ശ്രീജിത്ത്, ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു പുതിയ ലൈൻ ഉണ്ടല്ലോ. നേരത്തെ ഈ ലീഗുമായിട്ട് അടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇന്നത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ന്യൂനപക്ഷ വർഗീയതയും തുറന്നു കാട്ടാൻ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നൊരു നിലപാടുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് PV അൻവർ മലപ്പുറത്ത് പോയി ഇന്നലെ ഈ ഫാസിസത്തെക്കുറിച്ച് സംസാരിച്ചത്. ന്യൂനപക്ഷം വേട്ടയാണ് നടക്കുന്നത് സംസ്ഥാനത്ത് എന്ന അർത്ഥത്തിൽ. അത് ക്രിസ്തീയ സമുദായത്തെയും ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിനും ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ വലിയ രക്ഷയൊന്നുമില്ല എന്ന രീതിയിൽ സംസാരിച്ചത്. അതിൽ ഈ കെ മോഹൻദാസിനെതിരെയൊക്കെ ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് ഇതിൽ PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. അത് ആ ലൈൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് ഇടതുമുന്നണിയിൽ നിന്ന് ചോരുകയാവുകയോ ചെയ്യുക. ഇന്നലെ എത്തിയിരിക്കുന്ന ആ ജനക്കൂട്ടത്തിൽ UDF-ന്റെ സ്വാധീനമുള്ള അല്ലെങ്കിൽ UDF-ന്റെ അനുഭാവികളായിരുന്നൊരു വിഭാഗമുണ്ട്. അത് UDF-ൽ നിന്ന് PV അൻവറിൻ്റെ ഭാഗത്തേക്ക് അണിനിരക്കുകയാണോ ചെയ്യുക? കാര്യം നമ്മൾ നിലമ്പൂരിൻ്റെ വോട്ടിങ്ങിൻ്റെ ഒരു ശതമാനം എടുത്തു നോക്കിയാൽ പോലും 10,000 വോട്ടുകൾ ഇടതുമുന്നണിക്ക് സ്ഥിരമായി കിട്ടുന്നതാണ്. ശ്രീരാമകൃഷ്ണൻ ആണെങ്കിലും ശരി, അൻവർ മാസ്റ്ററിനാണെങ്കിലും ശരി, PV അൻവർ വരുന്നതിന് മുൻപ് 60,000-ഓളം വോട്ട് ആരിൽ നിന്നാലും അവിടെ പോൾ ചെയ്യപ്പെടും. മറുഭാഗത്താണെങ്കിൽ 68-70% വോട്ടുകളാണ് ആര്യാടൻ നേടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ 78,000 വോട്ടുകൾ 18,000 വോട്ടുകൾ അധികം ചേർത്തുകൊണ്ടാണ് PV അൻവർ അതിലൊരു മാറ്റമുണ്ടാക്കുന്നത്. ആ വോട്ട് പെർസെൻറ്റേജ് ഒരു 18,000-20,000 വോട്ടുകൾ PV അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമുണ്ട് എന്നാണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് പോലും തെളിയിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആ വോട്ടുകൾ ഇറങ്ങിപ്പോകുന്നത് ആരുടെ വോട്ട് ബാങ്കിൽ ഇതായിരിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കുമല്ലോ. അരുൺ, നിലമ്പൂർ മണ്ഡലം കേവലം മുസ്ലിം സമുദായത്തിന് മാത്രം മേധാവിത്വമുള്ള ഒരു മണ്ഡലമല്ല. ക്രിസ്ത്യൻ സമുദായത്തിനും നിർണായകമായ ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. കാരണം കുടിയേറ്റ ക്രൈസ്തവരുടെ വലിയ തോതിലുള്ളൊരു മേഖലയാണ് ഈ നിലമ്പൂർ മണ്ഡലം. ആ കുടിയേറ്റ ക്രൈസ്തവരുടെ അടക്കം വോട്ടുകൾ നേടിക്കൊണ്ടാണ് നേരത്തെ ആര്യാടൻ മുഹമ്മദ് കാലങ്ങളായി അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. TK ഹംസ 82-ൽ വിജയിച്ചതൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് നിലമ്പൂരിൽ കോൺഗ്രസിനെ അട്ടിമറിച്ചൊരു വിജയം നേടാൻ കഴിഞ്ഞത് PV അൻവറിന് 2016-ൽ മാത്രമാണ്. അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണൻ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയത്തിനടുത്ത് വരെ എത്തി എന്നതൊഴിച്ചാൽ വലിയ തോതിലുള്ളൊരു മേൽക്കൈയൊന്നും നേടാൻ ഇടതുപക്ഷത്തിന് അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത്. ഏറ്റവും വലിയ ജനസഞ്ചയം ആ വിഭാഗത്തിനാണ്. അപ്പോൾ അവിടേക്ക് ഒരു ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വരികയും അവിടെ വിജയിക്കാൻ അൻവറിന് കഴിയുകയും ചെയ്തു എന്നതാണ് കാര്യം. ഇത് മതന്യൂനപക്ഷങ്ങളുടെ കാര്യം വന്നാൽ ഇപ്പോൾ ലീഗിനോട് ഉള്ള പ്രതിപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷമാണ് CPM ഒഴിവാക്കിയത്. അതാദ്യമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്ടെ NG യൂണിയൻ്റെ യോഗത്തിലാണ് എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രതികരിച്ചതും ആ ഒരു പൊതുയോഗത്തിലാണ്. അവിടെ വെച്ചാണ് പറഞ്ഞത് ലീഗ് SDPIയുടെയും വെൽഫെയർ പാർട്ടിക്കൊപ്പം പോയി അവർ വർഗീയ പ്രതിച്ഛായയുടെ മേലങ്കി എടുത്ത് അണിഞ്ഞിരിക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് ലഭിക്കാതെ വന്നപ്പോൾ അതുവരെ ലീഗിനോട് പൗരത്വ വിഷയത്തിലും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഏത് വിധേനയും ലീഗിനെ അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടപ്പോഴാണ് ലീഗിനെ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ സ്വന്തം നിലയ്ക്ക് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുന്നേറ്റം നടത്താനുള്ള നീക്കങ്ങൾക്ക് PV അൻവറിൻ്റെ ഇപ്പോഴത്തെ കലാപക്കൊടി ഉയർത്തൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിനും CPM-നും ദോഷം ചെയ്യും എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ഓക്കെ, ശ്രീജിത്ത് തുടരണം. നമുക്ക് ADGP-യുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൂടിയുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം. അതിന് മുമ്പ് സാനിയോ, ഇന്നിപ്പോൾ വൈകുന്നേരം 6:30-നാണ് കോഴിക്കോട് വിശദീകരണ യോഗം നടക്കുക. ആ വിശദീകരണ യോഗത്തിൽ ഒരുപാട് പേർ ഇന്നലെ നിലമ്പൂരിൽ കണ്ടതുപോലെ ആളുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടോ? സ്വന്തം തട്ടകത്തിൽ ഇന്നലെ കഴിവ് തെളിയിച്ചതുപോലെ കോഴിക്കോടും വലിയ ആൾക്കൂട്ടമുണ്ടാക്കാൻ PV അൻവറിന് കഴിഞ്ഞാൽ PV അൻവർ 10ഓളം മണ്ഡലങ്ങളിൽ ഇതേപോലെ പ്രചരണം നടത്തുമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇടതുമുന്നണിക്കും CPM-നും ദോഷം ചെയ്യുകയും ചെയ്യും. എന്താണ് ഇന്നത്തെ സാധ്യത? ഇന്നും PV അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് വലിയ ആൾക്കൂട്ടം തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഈ വിശദീകരണ യോഗത്തിൽ കോഴിക്കോട് നിന്നുള്ള ആളുകൾ മാത്രമായിരിക്കില്ല പങ്കെടുക്കുക. ഇന്നലെ പങ്കെടുത്തതുപോലെ അൻവറിനെ കേൾക്കാനായി എത്തുന്ന ആളുകൾ ഉണ്ടാകും, സ്വാഭാവികമായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ലീഗ് പ്രവർത്തകരും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും ഒക്കെയും ഈ ഒരു പൊതുയോഗത്തിന് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും അടക്കമുള്ള പ്രവർത്തകർ ഒരുപക്ഷെ എത്തിയേക്കും എന്നുള്ളതും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അൻവറിൻ്റെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഇതൊന്നും CPM നിന്നുള്ള ആളുകളല്ല ഈ പൊതുയോഗം കേൾക്കാൻ പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസത്തിൽ കൂടിയാണ് CPM ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരം, അതായത് തങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ആരും അത് കേൾക്കാൻ പോകില്ല എന്നുള്ള കാര്യമാണ് CPM ആത്മവിശ്വാസം നൽകുന്നത്. ഏതായാലും ഇന്നത്തേത് മാമിയുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടി ഉള്ളത് ആയതുകൊണ്ട് തന്നെ വെറും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല, മാമി കേസിൻ്റെ ഒരു കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള യോഗമായതുകൊണ്ട് തന്നെ അത് കൂടുതൽ മാധ്യമ ശ്രദ്ധയ്ക്കും ഇടയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളൊക്കെ പങ്കെടുക്കും. അതേസമയം മാമിയുടെ ബന്ധുക്കൾ ഈ കേസിൽ വലിയ ആൾക്കൂട്ടം മാത്രമായിരുന്നില്ല PV അൻവറിനെ കേട്ടത്. റിപ്പോർട്ടർ TV-യിലൂടെ അടക്കം നമ്മുടെ യൂട്യൂബിലൊക്കെ 1 ലക്ഷത്തിലധികം ആളുകളാണ് തത്സമയം PV അൻവറിന്റെ പ്രസംഗം കേട്ടത്. അപ്പോൾ TV ചാനലുകളിലൂടെയും ഒക്കെ PV അൻവറിന്റെ പ്രസംഗം കേട്ടവരുണ്ട്. ആ പ്രസംഗം കേട്ടവരിൽ ചിലരെങ്കിലും ഈ PV അൻവർ പറയുന്നതിൽ കഴമ്പില്ലേ എന്ന് സംശയിച്ചവരുണ്ട്. അതല്ല, PV അൻവർ നടത്തുന്നത് കേവലം ഒരു വെടിയില്ലാത്ത പുക മാത്രമാണ് എന്ന് കരുതുന്ന മറ്റു ചില പാർട്ടി കേഡറിൽപ്പെട്ടവരുമുണ്ട്. പക്ഷേ എന്തായാലും ഉലച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം അത്ര വലിയൊരു ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ, ഇതൊക്കെ തുടർച്ചയായി റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ PV അൻവറിന് സ്വന്തം തട്ടകത്തിൽ ശക്തി തെളിയിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി മുതലക്കുളത്ത് അത് ആവർത്തിക്കുകയാണെങ്കിൽ, PV അൻവർ പ്രസംഗിക്കാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇതേപോലെ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയാണെങ്കിൽ, അടുത്ത കാലത്ത് നമ്മൾ ഒരു ക്രൗഡ് പുള്ളർ ലീഡറിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ലീഡറായി PV അൻവർ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിനും ഏറനാടിനും അപ്പുറത്തേക്ക് PV അൻവറിന്റെ സ്വാധീനം എത്രയുണ്ടെന്ന് ഇന്ന് മുതലക്കുളത്ത് നടക്കുന്ന പ്രസംഗത്തിൽ അറിയാം. തത്സമയം വൈകുന്നേരം 6:30. അപ്പോൾ താങ്ക് യു സാനിയോ.